പോവുകയും ചെയ്ത്. മക്കളെ വയ്യാഴ്ച കൊണ്ടായിരിക്കും നമുക്ക്. എനിക്കൊക്കെ തീരെ വയ്യ. ഞങ്ങളാണ്ട അമ്മയെ കൊണ്ട് എൽമക്സ് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരുന്ന വഴിയുണ്ട്. ഹൈവേ സൈഡിൽ ഒരു അമ്മ ഇരുന്ന് പൊതിച്ചോറ് വിൽക്കുന്ന ബോർഡ് വെച്ചിരിക്കുന്ന അമ്മയെന്ന് നമ്മൾ പരിചയപ്പെടുന്ന അമ്മ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തി വീഡിയോ ചെയ്തിട്ടുണ്ട്. അന്ന് യൂട്യൂബ് മാത്രമേ ഉള്ളായിരുന്നു, ഫേസ്ബുക്ക് അന്ന് കണ്ടിന്യൂ ഉപയോഗിക്കുന്നില്ലായിരുന്നു. ഏതായാലും നമുക്കിന്ന് ഊണ് വെക്കുന്ന അമ്മയെ പരിചയപ്പെടാം. അമ്മ പറയിരിപ്പുണ്ട്, പ്രിയങ്ക ഉണ്ട്. അമ്മയൊന്ന് ഹായ് പറഞ്ഞേരെ. അതായത് നമുക്ക് ഊണ് വെക്കുന്ന അമ്മയെ പരിചയപ്പെടാം. ഒരു പൊതിക്കകത്ത് എന്തൊക്കെയാ കൊടുക്കുന്നത്? പൊതിക്കകത്ത് അവിയലുണ്ട്, തോരൻ. ഇന്ന് തോരനില്ല, അവിയല്, പിന്നെ അച്ചാറ്, ചമ്മന്തി, മുളക്. എത്ര ഒരു പൊതി? എത്ര? ഒരു പൊതിക്ക് 80 രൂപ. 80 രൂപയൊക്കെ കൊടുക്കുന്നത് അല്ലേ? അമ്മ നേരത്തെ ഞാൻ കാണുമ്പോ എന്നെ മറന്നുപോയി അമ്മ അല്ലേ? നേരത്തെ നമ്മള് കാണുമ്പോ അമ്മ ഹൈവേയുടെ നടുക്കായിരുന്നു അല്ലേ? ഇനി ഹൈവേയുടെ നടുക്ക് അമ്മയ്ക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. തിന്നാ തിന്ന്. അന്ന് ഞാൻ കാണുമ്പോ അമ്മ ഹൈവേയുടെ നടുക്ക് പോലെ. അന്ന് കുടയായിരുന്നു, ഈ കുടയല്ല, വലിയ കുടയായിരുന്നു. കച്ചവടം അങ്ങനെ ഉണ്ട്. ഒരു ഡിമ്മായില്ലേ? എന്നാലും ഇപ്പൊ പഴയനൊക്കെ സൗകര്യമില്ലേ വണ്ടിക്കാർക്ക് നിർത്താനൊക്കെ? ഇപ്പൊ നിർത്തുന്നുണ്ടല്ലേ അമ്മ? കച്ചവടം ഉണ്ട് ഇപ്പൊ? അല്ലേ കുഴപ്പമില്ല. അമ്മ വീട്ടിലിട്ടല്ലേ ഇതെല്ലാം റെഡിയാക്കുന്നത്? വേറെ ആരുണ്ട്? മരുമോളുണ്ട് കൂട്ടുന്നല്ലേ? എന്നിട്ട് മരുമോൾ ഇവിടെ കൊണ്ടാക്കി തരുമോ? ഇന്ന് സ്പെഷ്യൽ എന്തോ ഉണ്ട്? മത്തി വറുത്തതിന് സ്പെഷ്യൽ ചോദിച്ചാൽ മാത്രമേ കൊടുക്കത്തുള്ളൂ അല്ലേ? എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത്? 100 രൂപ. അതെല്ലാം ചോറ് മാത്രമാണെങ്കിൽ 80 രൂപ. രണ്ടും കൂടെ ആകുമ്പോ 100 രൂപ. വേറെ സ്പെഷ്യൽ ഒന്നും ഇല്ല? അന്ന് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. കൊണ്ടുവരാ. ഇന്നില്ല അല്ലേ? ഇന്നില്ല. മോശമായതുകൊണ്ട്. അവിടെ വീട് എവിടെയായിരുന്നു? പന്നിപ്പിള്ളായിരുന്നു അല്ലേ? ഇന്നലെ ഡെയിലി ഓട്ടോ വിളിച്ച ഇവിടെ വരുന്നത്. ഇപ്പൊ എത്ര വർഷം ഇവിടെ തുടങ്ങിട്ടോ? ഞാൻ ഏകദേശം 2 വർഷമായെന്ന് തോന്നുന്നു അമ്മ ആദ്യമായിട്ട് അല്ലേ? 2 വർഷമായി. എന്ന് വെച്ചാൽ ഹൈവേയുടെ സൈഡ് നടുക്കിരുന്നപ്പോ 2 വർഷത്തോളമായി ഏകദേശം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പിന്നെ അതിനുശേഷം ഇപ്പഴാണ് നമ്മൾ കാണുന്നത് ഇല്ലേ? അപ്പോഴത്തെ അമ്മ എന്നെ മറന്നു പോവുകയും ചെയ്ത്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ എന്റെ മോനുണ്ട്, 2 പിള്ളേരുണ്ട്, മരുമോളുണ്ട്. മോൻ എന്താ പരിപാടി? മോൻ മേളത്തിന് പോകും. മേളത്താ? ശരിയാ, മേളത്താ, ഓർമ്മയുണ്ട്. സുഭാഷ് ഇല്ലേ? ഇത്ര കച്ചവടമൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കട്ടെ കേട്ടോ. എനിക്കതിന് ഒരു ഊണോ? ഇതെത്ര സ്പെഷ്യൽ ഉണ്ടോ അതിനകത്ത്? ഇല്ല, സ്പെഷ്യൽ വേണ്ട, ഊണ് മതി. വെച്ചോ, കുഴപ്പമില്ലെന്നോ? അത്ര 100 രൂപ അല്ലേ? ശരി. വീണ്ടും അതിനെ കാണാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, ബൈ പറഞ്ഞിരുന്നു. അമ്മ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈവേന്ന് NTPCയിലോട്ട് തിരിയുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അമ്മ ഇരിക്കുന്നത്. എല്ലാ ദിവസവും 11 മണിയാകുമ്പോൾ അമ്മ ഇവിടെ എത്തും. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.